ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഓപ്പോയുടെ ഫൈൻഡ് X8 Pro ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇതൊരു വേർത്തായിട്ട് ഫോണായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് ഇതിൻ്റെ പ്രൈസിങ് 16GB 512GB ആണ് ബേസ് മോഡൽ. ഒറ്റ വേരിയൻ്റ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ബേസ് മോഡലൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒറ്റ വേരിയൻ്റേ വരുന്നുള്ളൂ. അതിൻ്റെ പ്രൈസ് 1 ലക്ഷം രൂപയാണ്. അതായത് 99,999 രൂപ, അതായത് 1 ലക്ഷത്തിന് 1 രൂപ കുറവ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം 1 ലാഖിൻ്റെ ഒരു ഓപ്പോയുടെ ഫോൺ, അതാണ് ഒന്നാമത്തെ മെയിനായിട്ടുള്ള റീസൺ. കാരണം ബാക്കിയൊക്കെ കൊള്ളാം, ഞാൻ ബേസിക്കലി സ്പെസിഫിക്കേഷൻസ് പറയാം, എന്നാലും ഒരു അത്ര വേർത്തായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ തന്നെ ഗ്ലാസ് ബാക്കാണ്, അലുമിനിയം ഫ്രെയിം വരുന്നുണ്ട്, അതുപോലെ തന്നെ IP69 IP റേറ്റിംഗ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഡിസൈൻ ആണെങ്കിൽ ഇതുപോലുള്ളൊരു ക്യാമറ, സർക്കിൾ ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഫ്ലാഷ് ആ സർക്കിളിൽ നിന്ന് ഒഴിവാക്കി പുറത്തൊരു ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പൊട്ടൊക്കെ ഇട്ട് കൊടുത്താൽ എങ്ങനെയുണ്ടാവും അതുപോലെ ആയിരിക്കും. അപ്പോൾ ഒരു ഇതിൻ്റെയൊക്കെ കേസൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്, സർക്കിളിൽ നിന്ന് ഒരൊട്ട അപ്പുറത്ത് മാത്രം. അതൊരു പരിപാടിയായിട്ട് തോന്നി. കാരണം അതും അതിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വൃത്തിയുണ്ടാവും. ഇതൊരു പുറത്ത് അങ്ങൊരു അറ്റത്തൊക്കെ കൊടുത്തിട്ട് എന്തോ ഒരു വൃത്തികേടായ പോലെയുണ്ട് ഇതിൻ്റെ ഫ്ലാഷ് എന്ന് പറഞ്ഞത്. ബാക്കിയൊക്കെ ഡിസൈനൊക്കെ ഒരു നോർമൽ ഡിസൈനാണ്, അങ്ങനെ വലുതായിട്ട് ഇങ്ങനെ വാവൊന്നും പറയാനില്ല. നോർമലി സർക്കിൾ ക്യാമറ മൊഡ്യൂൾ വരുന്നുണ്ട്, ബട്ട് ഗ്ലാസ് ആണ്, അലുമിനിയം ആണ്. അങ്ങനെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ പക്കയാണ്, അതിലൊന്നും ഇഷ്യൂസ് പറയാനില്ല. 215 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്, 8.2 mm തിക്നെസ്സും വരുന്നുണ്ട്. സോ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഇതിൻ്റെ ബട്ടൺസ്, ഒരു എക്സ്ട്രാ ക്യുക്ക് ക്യാമറ ബട്ടണും വരുന്നുണ്ട്, അതുപോലെ തന്നെ അലേർട്ട്സ് സ്ലൈഡറും വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഐഫോണിൻ്റെ ഒട്ടുമിക്ക സാധനങ്ങൾ ഈ ഫോണിന് വരുന്നുണ്ട്. അത് ഈ കാര്യം മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ 1 by 1 പറഞ്ഞുതരാം. സോ ഡിസ്പ്ലേ അല്ല, ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും പക്കയാണ്, അങ്ങനെ കുഴപ്പങ്ങളൊന്നും അതിന് പറയാനില്ല. ദെൻ ഡിസ്പ്ലേ 6.78 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷനുള്ളൊരു LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. അമോലഡ് ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് ഡിസ്പ്ലേ ആണ്, പക്ഷേ അൾട്രാസോണിക് ഒന്നും വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു, 1 ലക്ഷം രൂപയുടെ ഫോണായിട്ട് പോലും ഒരു വേർത്തായിട്ടൊന്നും തോന്നുന്നില്ല. സോ അൾട്രാസോണിക്കൊക്കെ വെച്ചാൽ പിന്നെയും ഒരു ബെറ്റർ ആണെന്ന് പറയാവുന്നു. സോ അതൊന്നും ഇതിന് വരുന്നില്ല. സോ ഡിസ്പ്ലേ വൈസ് അല്ലാത്ത രീതിയിൽ നല്ല ഡിസ്പ്ലേ ആണ്, നോ ഇഷ്യൂസ്. ഈ റേഞ്ചിലെ ബെസ്റ്റ് ക്വാളിറ്റി ഇതിന് കിട്ടുന്നുണ്ട്. സോ ചെറിയൊരു കർവ് വരുന്നുണ്ട്, അത് മറ്റേ 3D കർവ് അല്ല, ചെറുതായിട്ട് അതങ്ങനെ കർവ് ചെയ്ത ഡിസ്പ്ലേ പോകുന്നില്ല. അതിൻ്റെ ഒരു ഫ്ലാറ്റ് നിന്ന് കുറച്ച് ചെറുതായിട്ടൊന്നും വരുന്നുണ്ട് എന്നുള്ളൂ, അല്ലാതെ ഒരു കർവ് ഡിസ്പ്ലേ ഒന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല. അല്ലാത്തൊരു സെറ്റപ്പ് ഡിസ്പ്ലേ ആണ്, കുഴപ്പമൊന്നും ഡിസ്പ്ലേ പറ്റിയും പറയാനില്ല. ദെൻ ക്യാമറ, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ക്യാമറയാണ്. ആ ക്യാമറ കൺട്രോൾ ചെയ്യാൻ തന്നെ ഒരു ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 15 MB 3x ടെലിഫോട്ടോ പെരിസ്കോപ്പിക് ലെൻസാണ് വരുന്നത്. അതുപോലെ തന്നെ 15 MB ഒരു 6x പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. പിന്നീട് 15 MB അൾട്രാ വൈഡും വരുന്നുണ്ട്. സോ എല്ലാം 15 MB ക്യാമറയാണ്. സോ ക്വാഡ് ക്യാമറ സെറ്റപ്പ് റിയറിൽ വരുന്നുണ്ട്, 32 MB സെൽഫി ക്യാമറ ഫ്രണ്ടിലും വരുന്നുണ്ട്. റിയറിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും 4K 16 എപ്പിസോഡിലെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു ക്യാമറ ബട്ടൺ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമുക്കിപ്പം ക്വിക്കായിട്ട് ക്യാമറ ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും, പിന്നീട് സൂം ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള സെറ്റിങ്സ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരു ഐഫോണിലൊക്കെ ഉള്ളതിൻ്റെ ഒരു ലൈറ്റർ ആയിട്ടുള്ള വേർഷനാണ് ഓപ്പോയിൽ വന്നത്, എന്നല്ലാതെ വലുതായിട്ടൊന്നും അതിനെപ്പറ്റി പറയാനൊന്നുമില്ല. സോ അത് ഒട്ടുമിക്ക ആൾക്കാരൊന്നും യൂസ് ചെയ്യാറില്ല, കാരണം ക്യാമറ ഓപ്പൺ ചെയ്യാൻ സിമ്പിളാണ്, അല്ലാതെ ബാക്കിയുള്ള ഫീച്ചേഴ്സൊന്നും ആരും ട്രൈ ചെയ്യൊന്നുമില്ല. അപ്പം അത് വെറുതെ ഉണ്ട്, ഒരു ഷോ ഓഫിന് ആ പറയുന്ന ക്യാമറ കൺട്രോൾ ബട്ടൺ ഇതിന് കൊടുത്തിട്ടുണ്ട്, എന്നല്ലാതെ വലുതായിട്ട് ക്യാമറ ബാക്കി നല്ല പോർട്രേറ്റ്സ് കിട്ടും, നല്ല പോർട്രേറ്റ്സ് ഫോട്ടോസൊക്കെ കിട്ടും, നല്ല വീഡിയോസ്. ക്യാമറ ഒട്ടുമിക്ക ക്യാമറ ഫീച്ചേഴ്സ് നിങ്ങൾ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് വാങ്ങരുത്, ബട്ട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. ഇപ്പം ഇറങ്ങിയ ഫോൺ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള റിവ്യൂസ് ഒന്നും ക്യാമറയെ പറ്റിയൊന്നും വന്നിട്ടില്ല. എല്ലാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ പോർട്രേറ്റ്സ് ഫോട്ടോസൊക്കെ അടിപൊളിയായിരിക്കും. ബാക്കി വീഡിയോഗ്രാഫിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂസൊക്കെ നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങിയാൽ മതി. അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി കൂടുതലായിട്ടൊന്നും പാർട്ടിയുടെ കാര്യമില്ല. ദെൻ അടുത്താണ് പെർഫോമൻസ്. മീഡിയാടെക്കിൻ്റെ Dimensity 9400 എന്ന ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. സോ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഈ ഒരു ചിപ്സെറ്റായിട്ടുള്ള ഒരു ഫോൺ വരുന്നത്, അത് ഓപ്പോയുടെ ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ആൻഡ് സ്കോർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 2.6 മില്യൺ ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. സോ നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 8 Eliteൻ്റെ അടുത്തൊന്നും എത്തുന്നില്ല, അതിനൊരു 3 മില്യൺ എബോ ഒക്കെ വരുന്നുണ്ട്. സോ പെർഫോമൻസ് റേഞ്ച് ആ റേഞ്ചും വരുന്നില്ല. പിന്നീട് ColorOS 15 ആണ്, ബേസ്ഡ് ഓൺ Android 15 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. ColorOS 15 വരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ബേസിക്കലി ഐഫോണിൻ്റെ iOS പോലെയുള്ളൊരു UI ആണ്. കാരണം നോട്ടിഫിക്കേഷൻ ബാർ ആണെങ്കിലും ബാക്കിയുള്ള ആനിമേഷൻസ് ആണെങ്കിലും ഒട്ടുമിക്ക എല്ലാം സെയിമാണ്, പക്ഷേ കുറച്ചും കൂടെ സ്മൂത്തർ ആയിട്ടുണ്ട് ColorOS. കമ്പാരിറ്റീവ്ലി പഴയതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഒരു
നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നല്ല UI ആണ്. പിന്നീട് അപ്ഡേറ്റും ഇതിലാണെങ്കിൽ 5 വർഷത്തേക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവിടെ ഓപ്പോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓക്കെയാണ്. ഈ 6 വർഷത്തേക്കൊക്കെ ഈ ഒരു ഫോൺ ആരെങ്കിലും ഉപയോഗിക്കോടെ എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ബാറ്ററി 5910 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് വരുന്നുണ്ട്, 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ. എല്ലാ കാര്യങ്ങളും റിവേഴ്സ് ചാർജ് ഒക്കെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഒക്കെ തന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപക്ക് ഈ ഒരു ഓപ്പോയുടെ ഫോൺ ബേർത്തായിട്ട് അങ്ങ് തോന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാമറ ഉണ്ട്. ഇതിന് ക്യാമറ സ്പെക്ക് ഉണ്ട്, ക്യാമറ റിവ്യൂ എങ്ങനെയാണെന്ന് നോക്കണം. പക്ഷേ എന്നാലും നല്ല ക്യാമറ ആയിരിക്കും, അങ്ങനെ മോശമൊന്നും വരാൻ ചാൻസ് ഇല്ല. ബാക്കിയുള്ള കാര്യം പെർഫോമൻസ്, ബാക്കി ഇതിൻ്റെയും കാട്ടി വില കുറച്ച് ഇനി വേറെ ഫോൺസൊക്കെ വരും. കാരണം 1 ലക്ഷം രൂപക്ക് ഈ Dimensity 9400 കാട്ടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഇപ്പം അടുത്തൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് ഇതിന് ഭയങ്കര ഡൗൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസുള്ള ചിപ്സെറ്റ് ഇതിന് വരുന്നുണ്ട്. പക്ഷേ ഇനി വരാൻ വേണ്ടി പോകുന്ന ഫോണിന് ഇതല്ല, ഇതിന് കാട്ടിയും പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സോ അതൊക്കെ നോക്കുന്ന സമയത്ത് ഈ 1 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു ഫോൺ അത്ര വേർത്തല്ല. ബാക്കിയും ഒരുപാട് കാര്യങ്ങൾ ഇതിന് ഡൗൺ ഗ്രേഡ് ആയിട്ട് പറയാനുണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിനുള്ള അത്രയ്ക്ക് ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും ചില കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണ്. അതും ഓപ്പോ പോലുള്ള ബ്രാൻഡിൽ നിന്ന് നമ്മളങ്ങനെ ബാക്കി ഏതെങ്കിലും വലിയ ഐഫോണോ അല്ലെങ്കിൽ സാംസങ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം. ബട്ട് ഇവരതൊക്കെ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു റേഞ്ചിലൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ബാക്കിയിലിപ്പം ഐക്യു ആണെങ്കിലും ബാക്കി എല്ലാവരും ഷവോമിയൊക്കെ ആണെങ്കിലും കിടിലം ഫോൺസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു ഫോൺ എങ്ങനെയായിരിക്കും, ക്യാമറ ബെറ്റർ ആയിരിക്കും എന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഇതിന് പറയാനില്ല കൂടുതലായിട്ടൊന്നും. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.